ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡൈനാമിക്സ് ഓഫ് മെഷീനറിയിലെ സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ അതിലേക്ക് ആദ്യം വരുമ്പോൾ ഒരു മെഷീൻ്റെ കമ്പോണന്റ് നമുക്കറിയാം, ഏത് കമ്പോണന്റിലായാലും ഒരു മാസ് ഉണ്ടാവും. അപ്പോൾ ആ കമ്പോണന്റ് ആക്സിലറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഇനർഷ്യ ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഇനർഷ്യ ഫോഴ്സ് അതിന്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറുതാണെങ്കിൽ നമ്മൾ അത് നെഗ്ലക്ട് ചെയ്യും. അങ്ങനത്തെ അങ്ങനെ നെഗ്ലക്ട് ചെയ്തിട്ട് നമ്മളൊരു മെക്കാനിസത്തിനെ അനലൈസ് ചെയ്യുന്നതിനെയാണ് സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസ് എന്ന് പറയുക. അതുപോലെ തന്നെ ഇനർഷ്യ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് നമ്മുടെ അപ്ലൈ ചെയ്ത ഫോഴ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വേരിയേഷൻ നമുക്ക് നെഗ്ലക്ട് ചെയ്യാൻ പറ്റാത്തൊരു കേസ് ആണെങ്കിൽ നമ്മൾ അതിനെ കൺസിഡർ ചെയ്യുകയും ചെയ്യും. അതിനെ ഡൈനാമിക് ഫോഴ്സ് അനാലിസിസ് എന്ന് പറയും. അപ്പോൾ ചുരുക്കി പറയുന്നു, an analysis where the inertia effect due to mass is not considered. എവിടെയാണോ കൺസിഡർ ചെയ്യാത്തത്, അത് ആ മാസ് കാരണമുള്ള ഇനർഷ്യ ഫോഴ്സ് എവിടെയാണോ നെഗ്ലക്ട് ചെയ്യുന്നത്, അതാണ് സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസ്. എവിടെയാണ് അത് കൺസിഡർ ചെയ്യുന്നത്, ആ മാസ് കാരണമുള്ള ഇനർഷ്യ ഫോഴ്സ് കൺസിഡർ ചെയ്യുന്നത് എവിടെയാണോ, അതിനെയാണ് നമ്മൾ ഡൈനാമിക് ഫോഴ്സ് അനാലിസിസ് എന്ന് പറയുക. ഇനി നമ്മൾ ഈ സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസ് എന്ന് പറയുമ്പോൾ ആദ്യം വരുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം ആണ്. നമ്മൾ ഇക്വിലിബ്രിയത്തിന്റെ കണ്ടീഷൻസ് ഫസ്റ്റ് ഇയറിൽ മെക്കാനിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ബോഡി സ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തിൽ ആണെന്ന് പറയാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് അത് ഒന്നില്ലെങ്കിൽ റെസ്റ്റിലായിരിക്കണം, അല്ലെങ്കിൽ അത് മോഷനിലായിരിക്കണം. അത് റെസ്റ്റിലാണെങ്കിൽ അത് റെസ്റ്റിൽ തുടർന്നുകൊണ്ടിരിക്കും. അത് മോഷനിലാണെങ്കിൽ ഇറ്റ് ടെൻസ് ടു ബി ഇൻ മോഷൻ ഇറ്റ് സെൽഫ്. അപ്പോൾ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ദി ബോഡി ഈസ് ഇൻ rest or it continues to be in rest. അതുപോലെ body is in motion and it continues to be in motion. അപ്പൊ ഇത് ഏതെങ്കിലും ഒരു കണ്ടീഷൻ വന്നാൽ നമുക്ക് പറയാം അതൊരു സ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തിലാണെന്ന്. അപ്പൊ ജനറലി സ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തിന്റെ കണ്ടീഷൻ നമ്മൾ പറയുമ്പോൾ ഇങ്ങനെയാണ് പറയുക: വെക്ടർ സം ഓഫ് ഓൾ ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ ബോഡി സീറോ. നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. അതായത് ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകളുടെ വെക്ടർ സം, എല്ലാ ഫോഴ്സും അതിന്റെ വെക്ടർ ഡയറക്ഷൻ ഒക്കെ വെച്ച് ആഡ് ചെയ്ത് നോക്കുമ്പോൾ അതിന്റെ വെക്ടർ സം സീറോ ആയിരിക്കണം. അപ്പൊ നമുക്കത് എങ്ങനെ എഴുതാം? സമ്മേഷൻ എഫ് ഇസ് ഈക്വൽ ടു സീറോ. അതാണ് ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ദ വെക്ടർ സം ഓഫ് ഓൾ മൊമെന്റ്സ് അബൌട്ട് എനി ആർബിട്രറി പോയിന്റ് ഈസ് സീറോ. നമ്മൾ ആ ബോഡിയിൽ അതിന്റെ ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്തിട്ട് അതിനെ കൺസിഡർ ചെയ്തിട്ട് അതിനെ മൊമെന്റ് വെക്കുമ്പോൾ ആ മൊമെന്റുകളിലെ എല്ലാത്തിന്റെയും സം സീറോ ആയിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട് അത്. അപ്പോൾ വെക്ടർ സം ഓഫ് മൊമെന്റ്സ് ഏതെങ്കിലും ഒരു ആർബിട്രറി പോയിന്റ് അത് ഈക്വൽ ടു സീറോ ആയിരിക്കാം. അതായത് സിഗ്മ ടി ഈസ് ഈക്വൽ ടു സീറോ. ഇവിടെ വെക്ടർ സം ഓഫ് ഫോഴ്സ് ആണ് കേട്ടോ, ഈക്വൽ ടു സീറോ. ഇവിടെ സിഗ്മ എഫ് ഈസ് ഈക്വൽ ടു സീറോ, ഇവിടെ സിഗ്മ ടി ഈസ് ഈക്വൽ ടു സീറോ. ഇനി ഇതൊരു പ്ലാനർ സിസ്റ്റത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് പറയാം, നമ്മൾ ഒരു സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു സീറോ, എക്സ് ഡയറക്ഷനിൽ സിഗ്മ എഫ് വൈ ഈക്വൽ ടു സീറോ, പിന്നെ സിഗ്മ ടി സെഡ് ഈക്വൽ ടു സീറോ. ഇതൊരു പ്ലാനാർ സിസ്റ്റത്തിലെ കേസാണ് പറയുന്നത്. ഇനി ഇക്വിലിബ്രിയം ഓഫ് അടുത്ത ടോപ്പിക്കാണ് ഇക്വിലിബ്രിയം ഓഫ് ടു ഫോഴ്സ് മെമ്പേഴ്സ്. അതായത് ഒരു ബോഡിയുമേ രണ്ട് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് വിചാരിക്കാം. സപ്പോസ് ഇങ്ങനൊരു ബോഡിയാണ് നമുക്കുള്ളത്. ഈ ബോഡിയിൽ രണ്ട് ഫോഴ്സ് ആക്ട് ചെയ്യും. ഇങ്ങനെ F1 എന്ന് പറഞ്ഞ ഫോഴ്സ് ഇവിടെ, F2 എന്ന് പറഞ്ഞൊരു ഫോഴ്സ് ഇവിടെ. ഇത് A എന്ന് പറഞ്ഞൊരു പോയിന്റിൽ ആക്ട് ചെയ്യുന്നു, ഇത് B എന്ന് പറഞ്ഞൊരു പോയിന്റിൽ ആക്ട് ചെയ്യുന്നു. അപ്പൊ ഇത് രണ്ടും ഈ ഒരു ബോഡി ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ഈ ടു ഫോഴ്സ് മെമ്പർ ഇക്വിലിബ്രിയത്തിലാവണമെങ്കിലുള്ള കണ്ടീഷനാണ്. അതായത് ഒന്നാമത്തെ കണ്ടീഷൻ എന്താ വരിക എന്നറിയോ? ഫോഴ്സസ് ഈക്വൽ ആയിരിക്കണം, അതുപോലെ ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ ആയിരിക്കണം. അപ്പൊ F1 ഈക്വൽ ടു F2 ആയിരിക്കണം. അവരുടെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആവും.
പിന്നെ ഫോഴ്സസ് ആക്ട് അലോങ് സെയിം ലൈൻ. ഫോഴ്സസ് ആക്ട് അലോങ് സെയിം ലൈൻ. ഓക്കെ, ഫോഴ്സസ് ആക്ട് അലോങ് സെയിം ലൈൻ. അപ്പൊ ഇവിടെ നമുക്ക് പറയാനുള്ളത് ഈ ഒരു ലൈൻ ഓഫ് ആക്ഷൻ ഉണ്ട്, അത് സെയിം ആയിരിക്കാം, മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആയിരിക്കാം, അത് ഓപ്പോസിറ്റ് ആയിരിക്കാം. ഇപ്പൊ ഇങ്ങനെ വന്നാൽ നമുക്ക് പറയാം ഈ ഒരു ബോഡി ഇക്വിലിബ്രിയത്തിലാണ്, ഈ ഒരു ടു ഫോഴ്സ് മെമ്പർ ഇക്വിലിബ്രിയത്തിലാണ് എന്ന് പറയാൻ പറ്റും. ഇക്വിലിബ്രിയം ഓഫ് ടു ഫോഴ്സ് മെമ്പർ കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് ഇക്വിലിബ്രിയം ഓഫ് ത്രീ ഫോഴ്സ് മെമ്പർ ആണ്. അതായത് ഒരു ബോഡിയിൽ മൂന്ന് ഫോഴ്സിൽ ആക്ട് ചെയ്യുന്ന ഒരു കേസ് എടുക്കുക. അപ്പൊ നമുക്കൊരു ബോഡി വരച്ചു, അതിൽ മൂന്ന് ഫോഴ്സ് ആക്ട് ചെയ്യണം. F1 എന്ന് പറഞ്ഞ ഫോഴ്സ് അത് A എന്ന് പറഞ്ഞ പോയിന്റിൽ ആക്ട് ചെയ്തു. പിന്നെ F2 എന്ന് പറഞ്ഞൊരു ഫോഴ്സ് അത് B എന്ന് പറഞ്ഞൊരു ഫോഴ്സ് പോയിന്റിൽ ആക്ട് ചെയ്തു. പിന്നെ നമുക്ക് വരിക ഒരു F3 എന്ന് പറഞ്ഞൊരു ഫോഴ്സ്, അത് ഇവിടെ C എന്ന് പറഞ്ഞൊരു ഫോഴ്സ് പോയിന്റിൽ ആക്ട് ചെയ്തു. ഇത് ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ പറയണമെങ്കിൽ ഉള്ള കണ്ടീഷൻ ഈ മൂന്ന് ഫോഴ്സിന്റെയും റിസൾട്ടന്റ് 0 ആയിരിക്കാം. അപ്പൊ എന്താ പറയുക, റിസൾട്ടന്റ് ഓഫ് ഫോഴ്സസ് മസ്റ്റ് ബി 0. ഈ മൂന്ന് ഫോഴ്സിന്റെയും റിസൾട്ടന്റ് 0 ആയിരിക്കണം, അത് ഒരു കണ്ടീഷൻ. അതുപോലെ തന്നെ അടുത്തൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞാല് ദ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സസ് ഇന്റർസെക്ട് അറ്റ് എ പോയിന്റ് നോൺ ആസ് എ പോയിന്റ് ഓഫ് കൺകറൻസി. ഒരു കൺകറന്റ് പോയിന്റ്, അതായത് ഈ ഫോഴ്സിന്റെ ലൈൻ ഓഫ് ആക്ഷൻ നമ്മൾ ഇങ്ങനെ വരച്ചു, അതുപോലെ ഈ F1 എന്ന് പറഞ്ഞ ഫോഴ്സിന്റെ ലൈൻ ഓഫ് ആക്ഷൻ നമ്മൾ ഇങ്ങനെ വരച്ചു, ഈ F3 എന്ന് പറഞ്ഞ ഫോഴ്സിന്റെ ലൈൻ ഓഫ് ആക്ഷൻ ഇങ്ങനെ വരച്ചു. അപ്പൊ ഇത് മൂന്നും കൂടെ ഒരു പോയിന്റ് O എന്ന് പറഞ്ഞ ഒരു പോയിന്റ് മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പോയിന്റിനെ നമ്മൾ കൺകറന്റ് പോയിന്റ് എന്ന് പറയും. ഓക്കെ, മൂന്ന് ഫോഴ്സുകളുടെ ലൈൻ ഓഫ് ആക്ഷനും ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു പോയിന്റിനെയാണ് കൺകറന്റ് പോയിന്റ് എന്ന് പറയുക. അപ്പോ ഈ ഫോഴ്സിന്റെ ലൈൻ ഓഫ് ആക്ഷൻ മീറ്റ് അറ്റ് കൺകറന്റ് പോയിന്റ്. ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം ഈ ത്രീ ഫോഴ്സ് മെമ്പർ ഇക്വിലിബ്രിയത്തിലാണ്. ഇപ്പൊ സപ്പോസ് നിങ്ങൾ ഒരു വേറൊരു എക്സാമ്പിൾ നോക്കുക. അപ്പൊ ഇങ്ങനെ ഒരു വേറെ ഫോഴ്സ് നമ്മൾ എടുത്തു, അതില് F1 എന്ന് പറഞ്ഞിട്ട് ആക്ട് ചെയ്തു, F2 എന്ന് പറഞ്ഞിട്ട് വേറെ ഫോഴ്സ് ആക്ട് ചെയ്തു, F3 എന്ന് പറഞ്ഞൊരു ഫോഴ്സ് ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. അപ്പൊ ഇതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ ഇങ്ങനെ വരും, ഇതിന്റെ ഇങ്ങനെയും വരും, ഇതിന്റെയോ ഇങ്ങനെ വരും. അപ്പൊ ഇതിന്റെ മൂന്നിന്റെയും ലൈൻ ഓഫ് ആക്ഷൻ ഒരുമിച്ചല്ല, കോയിൻസൈഡ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഇന്റർസെക്ട് ചെയ്യുന്നില്ല. അപ്പൊ ഇവിടെ കൺകറന്റ് പോയിന്റ് ഇല്ല. അപ്പൊ നോട്ട് ഇൻ ഇക്വിലിബ്രിയം. ഇപ്പൊ ത്രീ ഫോഴ്സ് മെമ്പർ വരുമ്പോ അവിടെ റിസൾട്ടന്റ് ഓഫ് ഫോഴ്സസ് മസ്റ്റ് ബി 0. അതുപോലെ തന്നെ ഈ ഫോഴ്സുകളുടെ ലൈൻ ഓഫ് ആക്ഷൻ ഒരു കോമൺ പോയിന്റ് ഇന്റർസെക്ട് ചെയ്യണം. ആ ഇന്റർസെക്ഷൻ പോയിന്റിന് നമ്മൾ പറയുന്ന പേരാണ് കൺകറന്റ് പോയിന്റ്. ഇക്വിലിബ്രിയം ഓഫ് എ മെമ്പർ വിത്ത് ടു ഫോഴ്സസ് ആൻഡ് എ ടോർക്ക്. അതായത് ഒരു മെമ്പർ ഉണ്ട്, ഒരു ലിങ്ക് ഉണ്ട്, ഒരു ബോഡി ഉണ്ട്. ആ ബോഡിയിൽ രണ്ട് ഫോഴ്സ് F1 ഉം F2 ആക്ട് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിൽ ഒരു ടോർക്ക് Tയും ആക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനത്തെ കേസിൽ എങ്ങനെയാണ് ഇക്വിലിബ്രിയം ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറയുന്നത്. ദ ഫോഴ്സ് ആർ ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ്. ഇതെന്താ, F1 ഉം F2 ഈക്വൽ ആയിരിക്കണം, പക്ഷെ അവര് ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കണം. F1 ഉം F2 ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്, അവർ പാരലൽ ആണ്, പക്ഷെ അവരുടെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡും ആണ് ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ. പിന്നെ the forces form a couple which is equal and opposite to the applied torque. അത് പറയുമ്പോൾ മാത്തമാറ്റിക്കലി നമുക്ക് എഴുതാം, ടോർക്ക് അപ്ലൈ ചെയ്ത ടോർക്ക് T ആണ്, F1 into H. അതായത് ഈ ഫസ്റ്റ് ഫോഴ്സും ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ H ഉം ഈക്വൽ ടു എന്താവണം, സെക്കൻഡ് ഫോഴ്സ് ഇൻറ്റു H, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിരിക്കും. ഇതിൽ ഇനി പറയാനുള്ളത് T എന്ന് പറയുന്ന ടോർക്ക്
അത് ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഓക്കെ, ഈ F1 കാരണം ഉണ്ടാകുന്ന കപ്പിള് ആന്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. അതുപോലെ F2 കാരണം ഉണ്ടാകുന്ന കപ്പിളും ആന്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. ഡി ക്ലോക്ക് വൈസ് ആണെങ്കിൽ couples formed by forces F1 and F2 is anti-clockwise, counter-clockwise ആയിരിക്കും. നമ്മളിപ്പോൾ 3 കേസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ 4ാമത്തെ കേസ് എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം ഓഫ് 4 ഫോഴ്സ് മെമ്പേഴ്സ്. അതായത് ഒരു ബോഡിയിൽ 4 ഫോഴ്സ് ആക്ട് ചെയ്യുന്ന കേസ് വരികയാണ്. അപ്പൊ ഈ ഫിഗർ തന്നെ നോക്കുക. ഇതില് F1 എന്ന് പറഞ്ഞ ഫോഴ്സ് ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട്, F2 എന്ന് പറഞ്ഞ ഫോഴ്സ് ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട്, F3 എന്ന് പറഞ്ഞ ഫോഴ്സ് ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട്, F4 എന്ന് പറഞ്ഞ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ബോഡിയുടെ അനാലിസിസ് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും അറിയുന്ന 2 ഫോഴ്സുകൾ ഉണ്ടാവും. ഇപ്പൊ ഇവിടെ നോക്കിയാൽ കാണാം, F1 എന്ന് പറയുന്നതിന്റെ മാഗ്നിറ്റ്യൂഡ് അറിയാം, അതിന്റെ ഡയറക്ഷൻ അറിയാം. അതുപോലെ തന്നെ F4 എന്ന് പറയുന്നതിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും അറിയാം. F3യുടെയും F2ന്റെയും മാഗ്നിറ്റ്യൂഡും F2ന്റെ മാഗ്നിറ്റ്യൂഡ് അറിയാം, F2ന്റെ ഡയറക്ഷൻ അറിയാം, F3യുടെ ഒന്നും അറിയില്ല. അപ്പൊ ഈ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും അറിയുന്ന ഈ 2 ഫോഴ്സ്, അതായത് എയിലും ഡിയിലും ആക്ട് ചെയ്യുന്ന ഈ 2 ഫോഴ്സിനെ നമ്മൾ ഒറ്റ ഫോഴ്സ് ആക്കിയിട്ട് മാറ്റുകയാണ്. അതിന്റെ റിസൾട്ടന്റ് കണ്ടുപിടിച്ച് ഒറ്റ ഫോഴ്സ് ആക്കി മാറ്റുകയാണ്. അപ്പൊ നമുക്ക് നോക്കാം, അതായത് F1 and F4 are completely known and they can be combined into a single force F by obtaining the result. അതിന്റെ റിസൾട്ടന്റ് കണ്ടുപിടിച്ച് നമുക്ക് അതിനെ ഒറ്റ ഫോഴ്സ് ആക്കി മാറ്റാൻ പറ്റും. അത് ഇനി നോക്കി നോക്കുക. അതായത് F1 ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ടായിരുന്നു, F4 ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. ഇതിന്റെ റിസൾട്ടന്റ് എന്ന് പറയുന്നത് ഈ F ആയിരിക്കും. F എന്ന് പറഞ്ഞത് O എന്ന് പറഞ്ഞ പോയിന്റ് കൂടെ ആക്ട് ചെയ്യും. F passes through O and this O is a point where the line of action of F1 and F4 meet. ഈ ബോഡിയുടെ വെക്ടർ ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമുക്ക് കാണാം, അതായത് F1 എന്ന് പറഞ്ഞാൽ നമ്മൾ F1 പാരലായിട്ട് ഇങ്ങനെ വരച്ചു, F4 എന്ന് പറയുന്നത് ഈ ഫോഴ്സിന് പാരലായിട്ട് ഇവിടെ വരച്ചു. ഇതിന്റെ രണ്ടിന്റെയും റിസൾട്ടിന് നമുക്കറിയാം, ട്രയാങ്കുലർ ലോ പ്രകാരം F ഇങ്ങനെ കിട്ടും നമുക്ക്. ഇനി അതുപോലെ തന്നെ F3യുടെ ഇങ്ങനെയും വരച്ചു, F2ന്റെ ഇങ്ങനെയും വരച്ചു. അപ്പൊ നമുക്ക് ഈ ഒരു ട്രയാങ്കിൾ ഇവിടെയും കംപ്ലീറ്റ് ആയിട്ട് കിട്ടി. ഇത് F1ന്റെ F4ന്റെ റിസൾട്ടന്റ് നമുക്ക് F ഇവിടെ വരച്ചു. അപ്പൊ നമ്മളിവിടെ എന്താ ചെയ്തതെന്ന് വെച്ചാല് 4 ഫോഴ്സ് ഉണ്ടായിരുന്ന ഒരു മെമ്പറിനെ ഒരു 3 ഫോഴ്സ് ആക്കി മാറ്റി. അതിൽ F എന്ന് പറഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ്ലി അറിയാം, Fന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും അറിയാം. F2ന്റെ ഡയറക്ഷൻ മാത്രമേ അറിയുള്ളൂ. F2 നമുക്കറിയാം, ഇവിടെ ഈ ഫിഗറിൽ ഇതിന് മുന്നേ തന്നിട്ടുണ്ടായി, ഒരു 30 ഡിഗ്രിയിലാണ് വരച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ F3യുടെ മാഗ്നിറ്റ്യൂഡും അറിയില്ല, ഡയറക്ഷനും അറിയില്ല, ഒന്നും അറിയില്ല. അപ്പൊ ഇങ്ങനെ ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ മാറ്റി. ഇനി നമുക്ക് എന്താ അറിയാം, Fഉം F2ഉം, അതായത് ഈ F എന്ന് പറഞ്ഞ ഫോഴ്സും F2 എന്ന് പറയുന്നതും എവിടെ മീറ്റ് ചെയ്യും? O' എന്ന് പറഞ്ഞ പോയിന്റിൽ മീറ്റ് ചെയ്യും. Fഉം F2ഉം O' എന്ന് പറഞ്ഞ പോയിന്റിൽ, അവരുടെ ലൈൻ ഓഫ് ആക്ഷൻ O' എന്ന് പറഞ്ഞ പോയിന്റിൽ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് CO' എന്ന് പറയുന്ന പോയിന്റ് ഇങ്ങോട്ട് ജോയിൻ ചെയ്യാം. എന്നിട്ട് O' നമുക്ക് കൺകറന്റ് ഫോഴ്സ് ആയിട്ട് എടുത്താൽ CO' എന്ന് പറയുന്നത് F3യുടെ ലൈൻ ഓഫ് ആക്ഷൻ ആണ്. ഇത് ഇക്വിലിബ്രിയത്തിന്റെ കണ്ടീഷൻ പ്രകാരമാണ്. ഇപ്പൊ നമുക്ക് സുഖമായിട്ട് ട്രയാങ്കിൾ വരച്ചാൽ, ഫോഴ്സ് ട്രയാങ്കിൾ വരച്ചാൽ F3യുടെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ F2ന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാം. F പിന്നെ നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്. അതിങ്ങനെയാണ് ഒരു ഫോഴ്സ് ഒരു മെമ്പറുടെ 4 ഫോഴ്സ് ആക്ട് ചെയ്താൽ നമ്മൾ സോൾവ് ചെയ്യാം. ഇനി ഇതിൽ പറയാനുള്ളത് ഫ്രീ ബോഡി ഡയഗ്രാം എന്താണെന്നാണ്. ഫ്രീ ബോഡി ഡയഗ്രത്തിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഇത് നമ്മൾ പറയേണ്ടത്, ഫ്രീ ബോഡി ഡയഗ്രാം അത് നമുക്ക് തിയറി പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ സ്കെച്ച് ഓർ ഡയഗ്രാം ഓഫ് എ പാർട്ട് ഐസൊലേറ്റഡ് ഫ്രം ദ മെക്കാനിസം ഇൻ ഓർഡർ ടു ഡിറ്റർമിൻ ദ നേച്ചർ ഓഫ് ഫോഴ്സസ് ആക്ടിങ് ഓൺ ഇറ്റ്. അതായത് ഒരു മെക്കാനിസത്തിൽ നമ്മൾ ഒരു ലിങ്ക് അല്ലെങ്കിൽ ഒരു പീസ് മാത്രം എടുത്തിട്ട് അതിനെ അനലൈസ് ചെയ്യാൻ, അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഒക്കെ. അപ്പൊ അതിന് നമുക്കറിയാം, ഇപ്പോ ഇങ്ങനെ ABCD എന്ന് പറഞ്ഞ ഒരു മെക്കാനിസം ഉണ്ട്. അപ്പൊ അതിൽ നമ്മൾ 3 എന്ന് പറഞ്ഞൊരു ലിങ്ക് എടുത്തു, അതിനെ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് വരച്ചു BC. അപ്പൊ ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ ഏതൊക്കെയാണ്? ഈ 2ൽ നിന്നൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ 4ൽ നിന്നൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്.
2-ൽ നിന്ന് ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ നമ്മൾ F23 എന്ന് പറയും. 4-ൽ നിന്ന് ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ F43 എന്ന് പറയും. അപ്പോ അത് പറയുമ്പോൾ അതില് നമ്മൾ മുന്നേ ചെല്ലേണ്ടത് ഫോഴ്സ് കൺവെൻഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കിലേക്കാണ്. അതായത് ഫോഴ്സ് എക്സേർട്ടഡ് ബൈ മെമ്പർ I ഓൺ J is represented by Fij. അതായത് ഈ 3 എന്ന് പറഞ്ഞതിൽ 2 എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സിനെ നമ്മൾ F23 എന്ന് പറയും. അതുപോലെ തന്നെ 4 എന്ന് പറഞ്ഞത് 3-ൽ എക്സേർട്ട് ചെയ്യുന്നതിനെ F43 എന്നും പറയും. അപ്പൊ അതിനെ ജനറലി നമ്മൾ പറയാം ഫോഴ്സ് എക്സേർട്ടഡ് ബൈ മെമ്പർ I ഓൺ J നെ Fij എന്ന് പറയും. അതുപോലെ തന്നെ ബാക്കി ലിങ്കുകളുടെ ഫ്രീ ബോഡി ഡയഗ്രം വരയ്ക്കുമ്പോൾ ഇങ്ങനെ തന്നെ ഇരിക്കും. ഇത് 4 എന്ന് പറഞ്ഞ ഒരു ലിങ്ക് കണ്ടില്ലേ? 4 എന്ന് പറഞ്ഞാൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ വരച്ചു. അപ്പൊ 4-ൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് F എന്ന് പറഞ്ഞ ഒരു അൺനോൺ ഫോഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം F3 കാരണം ഒരെണ്ണം ആക്ട് ചെയ്യും, അത് F34 ആണ്. അതുപോലെ 1 കാരണം ഒരെണ്ണം ആക്ട് ചെയ്യും. 1 പറഞ്ഞെങ്കിൽ ലിങ്ക് ഫിക്സഡ് ലിങ്ക് കാരണം അത് F14 ആണ്. പിന്നെ 2 എന്ന് പറഞ്ഞ ലിങ്കിനെ അതിൽ നമ്മൾ ഒരു എക്സ്റ്റേണൽ ടോർക്ക് T കൊടുത്തിട്ടുണ്ടായിരുന്നു, അപ്പൊ അതും കാണിക്കുന്നുണ്ട്. പിന്നെ 3-ൽ നിന്ന് 2-ൽ വരുന്നത് F32. അതുപോലെ 1-ൽ നിന്ന് 2-ലോട്ട് വരുന്നത് F12 എന്ന് പറഞ്ഞ ഫോഴ്സുകളും ആക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ പറഞ്ഞു ഈ ടോർക്ക് T ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഈ F32 കാരണം കപ്പിളും ഇതും F1 കാരണം F12 ഉള്ള കപ്പിളും ആന്റി ക്ലോക്ക് വൈസ് ആയിരിക്കും നേരത്തെ പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ അത് നോക്കി വെക്കുക.